ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. കഴിഞ്ഞ ദിവസം 3-ാമത്തെ അധ്യായമായ അതിസാര അധികാരം ആണ് തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് 4-ാമത്തെ അധ്യായമായ ഗ്രഹണീ രോഗാധികാരമാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് നോക്കാം. 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ വളരെ ശത്രുക്കളുള്ളവനായും കഠിന സ്വഭാവത്തോടു കൂടിയവനായും ശരീരം മെലിഞ്ഞവനായും അഗ്നിബലം കുറഞ്ഞവനായും അഹങ്കാരമുള്ളവനായും ഉദരരോഗം നിമിത്തം സുഖമില്ലാത്തവനായും ഭവിക്കും. ഇനി ക്ഷീണചന്ദ്രൻ്റെ ദശാകാലത്തിങ്കൽ ഉദരരോഗവും ജ്വരവും ശിരോരോഗവും നയനരോഗവും ഉണ്ടാകും. അതായത് കണ്ണിന് രോഗവും ഉണ്ടാകുമെന്ന് പറയുന്നു. മേൽപ്പറയപ്പെട്ട രോഗങ്ങളുടെ ശാന്തിക്കായി ചന്ദ്രപ്രീതിക്കു വേണ്ടി ഇമം ദേവ എന്നിങ്ങനെയുള്ള മന്ത്രജപവും എള്ള നെയ്യ് പ്ലാശ ഇതുകൾ കൊണ്ടുള്ള ഹോമവും ശംഖദാനവും ചെയ്യണം. പഞ്ചഗവ്യ ജപദാന വിമിശ്രൈ എന്നിങ്ങനെ ജ്വരാധികാരത്തിൽ ക്ഷീണചന്ദ്രൻ്റെ ദശാകാലത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവശാന്തിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ശ്രീപതി സിദ്ധാന്തപ്രകാരമുള്ള സ്നാനം ചെയ്യുകയും 2 കൈകളിലും മുത്തുമണി ധരിക്കുകയും പായസ നിവേദ്യം കഴിക്കുകയും വേണം. ഇനി കർമ്മവിഭാഗം. സുശീലയും സച്ചരിതയുമായ ഭാര്യയെ കാമനിമിത്തം രണം കൂടാതെ പരിത്യജിക്കുന്നവൻ മറുജന്മത്തിൽ ഗ്രഹണീരോഗിയായി തീരുന്നു. ആ ദോഷപരിഹാരത്തിനായി ശിവസങ്കല്പ സൂക്തത്തെ 108 രൂപ ജപിക്കണം. ഗ്രഹണീരോഗി കട്ടിയുള്ളതും മണി മുതലായ ആഭരണങ്ങൾ അണിയിച്ചതും പാലുള്ളതും സൽസ്വഭാവത്തോടു കൂടിയതും കഴുത്തിൽ കയറുള്ളതുമായ പശുവിനെ ദക്ഷിണയോടുകൂടി ബ്രാഹ്മണനായിട്ട് ദാനം ചെയ്യണം. ഇനി പശുദാന വിധിയാണ് പറയുന്നത്. ഗ്രഹണീരോഗി നല്ല പാലുള്ള ഒരു കറുത്ത പശുവിനെ മണി മുതലായവ അണിയിച്ചു കൊമ്പിൽ പൊന്നും കുളമ്പിൽ വെള്ളിയും കെട്ടിച്ച് നല്ല വസ്ത്രം കൊണ്ട് മേൽമൂടി ഓരോന്നും 5 ദ്രോണം വീതമുള്ള നവധാന്യങ്ങളോടും സ്വർണത്തോടും കുട്ടിയോടും കൂടി നല്ല കുടുംബവാനും അത്യാഗ്രഹമില്ലാത്തവനും ശാന്തനും വിശേഷിച്ച് ധർമ്മജ്ഞനുമായ ഒരു ബ്രാഹ്മണനെ അങ്കുലീയങ്ങൾ കൊണ്ട് പൂജിച്ച് മേൽ കാണുന്ന മന്ത്രധ്യാനത്തോടുകൂടി ആ ബ്രാഹ്മണന് ദാനം ചെയ്യുകയും ചമത നെയ്യ് പായസം ഇതുകൾ കൊണ്ട് ഹോമിക്കുകയും ചെയ്യണം. മന്ത്രം ചൊല്ലാം. ദേവകീപുത്രചാണൂര കംസാരിഷ്ടവിനാശന നാശയഗ്രഹണീം കൃഷ്ണ ഗോപീജനമനോഹര. ഈ മന്ത്രം കൊണ്ടും ദാനം കൊണ്ടും ഗ്രഹണീ രോഗം ശമിക്കുന്നു. അതിനാൽ ഗ്രഹണീ രോഗി എല്ലായ്പ്പോഴും ഈ ശുഭകർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതാകുന്നു. ഇനി ആയുർവേദ ഗ്രന്ഥത്തിലുള്ള നിദാനവും ചികിത്സയും, അതായത് മാധവ നിദാനം എന്ന ഗ്രന്ഥത്തിലെ നിദാനം എന്താ പറയുന്നതെന്ന് നോക്കാം. അതിസാരം ശമിച്ചതിൻ്റെ ശേഷം അഗ്നിക്ക് ബലമുണ്ടാകുന്നതിനു മുമ്പ് അബദ്ധങ്ങളായ സാധനങ്ങളെ ഭക്ഷിച്ചാൽ അഗ്നി പിന്നെയും ഏറ്റവും മന്ദിക്കുകയും അതു ഹേതുവായിട്ട് ഗ്രഹണി ഉണ്ടാവുകയും ചെയ്യും. അതിസാരമില്ലാതിരുന്നാലും അഗ്നിബലത്തിന് തക്കവണ്ണമല്ലാതെ ഗുരുദ്രവ്യങ്ങളെ ഭക്ഷിക്കുന്നതായാലും ഗ്രഹണി ഉണ്ടാകും. അതിസാരം ഉണ്ടായിരിക്കുമ്പോഴും അപഥ്യഭക്ഷണം ചെയ്താൽ ഗ്രഹണി ഉണ്ടാകും. ഗ്രഹണീ ദോഷം വാദം ഹേതുവായിട്ടും പിത്തം ഹേതുവായിട്ടും കഫം ഹേതുവായിട്ടും സന്നിപാതം ഹേതുവായിട്ടും ഉണ്ടാകുന്നതാകയാൽ 4 പ്രകാരമാകുന്നു. വർദ്ധിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഹേതുവായിട്ട് ഗ്രഹണി ദുഷിക്കുന്നതായാൽ ഭക്ഷിക്കപ്പെട്ട അന്നം ആമമായിട്ടു പോകുകയോ പക്വമായിട്ടു പോകുകയോ ചെയ്യും. വേദനയും മലത്തിന് ദുർഗന്ധവും ഉണ്ടാവും. വാദം ഹേതുവായിട്ട് കൂടെ മലം കെട്ടി നിൽക്കുകയും പിത്തം ഹേതുവായിട്ട് കൂടെ അയഞ്ഞു പോവുകയും ചെയ്യും. ഇതിനെ ഗ്രഹണീ രോഗമെന്ന് പറയുന്നു. ഗ്രഹണി എന്നത് അഗ്നിക്ക് അധിഷ്ഠാനമായ ഒരു നാഡിയാകുന്നു. ഇതിനെപ്പറ്റി ചരകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഗ്രഹണി എന്നത് അഗ്നിക്ക് അധിഷ്ഠാനമായിട്ടുള്ളതാകുന്നു. അന്നത്തെ ഗ്രഹിക്ക ഹേതുവായിട്ട് അതിന് ഗ്രഹണി എന്നു പേരുണ്ടായി. നാഭിയുടെ ഉപരിഭാഗമാകുന്നു അതിൻ്റെ സ്ഥാനം. അഗ്നിബലത്തിനു തക്കവണ്ണം അതിന് ക്ഷയവൃദ്ധികൾ ഉണ്ടാകും. അപക്വമായ അന്നത്തെ ധരിക്കുകയും പക്വമായിട്ടുള്ളതിനെ കീഴ്പോട്ടേക്ക് തള്ളുകയും ചെയ്യും. അജീർണത്തിന് പറഞ്ഞിട്ടുള്ള ചികിത്സാവിധികളെല്ലാം ഗ്രഹണീ രോഗശമനത്തിനായിട്ട് ചെയ്യേണ്ടതാകുന്നു.
ഗ്രഹണിയുടെ ആമാവസ്ഥയിൽ അതിസാരത്തിന് പറഞ്ഞിട്ടുള്ള വിധിപ്രകാരം വിരേചിപ്പിക്കുകയും ചെയ്യണം. ഇനി ഒരു യോഗം നോക്കാം. വ്ളാർമരത്തിൻ കായ്, കൂവളത്തിൻ വേര്, പുളിയാറില, മാതളക്കായ്, മോര് ഇവ കൊണ്ടുണ്ടാക്കിയ കഞ്ഞി ആമദോഷത്തെ ശമിപ്പിക്കുകയും മലത്തെ വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇനി വേറൊരു യോഗം നോക്കാം. ചെറുപഞ്ചമൂലവും പഞ്ചകോലവും ചേർന്നൊരു യോഗമാണ്. ചെറുപഞ്ചമൂലം എന്ന് പറയുമ്പോൾ ഓരിലവേര്, മൂവിലവേര്, കറുത്ത ചുണ്ടവേര്, വെളുത്ത ചുണ്ടവേര്, ഞെരിഞ്ഞില് ഇവ കൊണ്ടോ. ഇനി പഞ്ചകോലം പറയുന്നത് കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകിൻ വേര്, കൊടുവേലിക്കിഴങ്ങ്, ചുക്ക്, തിപ്പലി ഇവ കൊണ്ടോ. കൂവളത്തിൻ വേര്, പുളിവേരിലെ തൊലി, മാതളക്കായ്, ഇതിൻ്റെ തോട് ഇവ കൊണ്ടോ കുറുക്കിയ വെള്ളത്തിൽ കഞ്ഞി മുതലായ ഉണ്ടാക്കി ഗ്രഹണി രോഗിക്ക് കൊടുക്കണം. മോര് ഗ്രഹണി രോഗികൾക്ക് ജഠരാഗ്നി ബലത്തെയും മലബന്ധത്തെയും ലാഘവത്തെയും ഉണ്ടാക്കും. അമ്ലദ്രവ്യം വിഭാഗത്തിങ്കൽ മധുരരസമാകുന്നതുകൊണ്ട് അത് പിത്തത്തെ കോപിക്കുകയില്ല. ത്രിഫലത്തോട് ഇളയ കൂവളക്കായ, ചുക്ക് ഇവ സമമായി പൊടിച്ച് ശർക്കര ചേർത്ത് സേവിച്ച് മോര് അനുപാനമായി ഉപയോഗിക്കുക. അത്യുഗ്രമായ ഗ്രഹണി രോഗവും ശമിക്കും. ചുക്ക്, അതിവിടയം, മുത്തങ്ങാക്കിഴങ്ങ് ഇവ കൊണ്ടുള്ള കഷായം ആമദോഷത്തെ ശമിപ്പിക്കും. ഹിംഗ്വാഷ്ടക ചൂർണം എന്ന ചൂർണവും ഷഡ്ഫലഘൃതവും വാതഗ്രഹണിക്ക് അനുകൂലമാകുന്നു. ഇനി നാഗരാതി ചൂർണമാണ് പറയുന്നത്. നാഗരാതി ചൂർണം തേൻ ചേർത്ത് കാടിവെള്ളത്തിൽ സേവിക്കുക. പിത്തഗ്രഹണിയും രക്തം കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നതായ ഗ്രഹണിയെയും അർശസും അപാനത്തിങ്കിലെ വേദനയും പ്രവാഹിക്കും ശമിക്കും. ഇനി ദശമൂലഘൃതത്തെയാണ് പറയുന്നത്. ദശമൂലം കഷായത്തിൽ ചുക്ക്, കൽക്കം ചേർത്ത് കാച്ചിയ നെയ്യ് നീർക്കെട്ടിനെയും ആമദോഷത്തോടുകൂടി ഗ്രഹണിയെയും ശമിപ്പിക്കും. അടുത്തായിട്ട് കപിത്താഷ്ടക ചൂർണമാണ്. ഈ കപിത്താഷ്ടക ചൂർണം അതിസാരത്തെയും ഗ്രഹണിയെയും ക്ഷയത്തെയും ഗുന്മത്തെയും ഗളരോഗം, കാസശ്വാസം, അഗ്നിമാന്ദ്യം, അർശസ്, പീനസം, അരുചി ഇവയെയും ശമിപ്പിക്കുന്നതാണ്. ഇനി ഡാഡിമാഷ്ടക ചൂർണം. ഈ ചൂർണം പഞ്ചസാര ചേർത്ത് സേവിക്കാം. പഞ്ചസാര സമമായിട്ടോ ഇരട്ടിയായിട്ടോ എടുക്കാം. ചൂർണത്തിൻ്റെ ഇരട്ടിയായിട്ടോ സേവിക്കാം. ഈ ഡാഡിമാഷ്ടക ചൂർണം ഗുണങ്ങൾ കൊണ്ട് കപിത്താഷ്ടകം പോലെ തന്നെയുള്ളതാണ്. ഇനി യോഗാസനങ്ങളാണ് പറയുന്നത്. ഇതിൽ ചെയ്യാവുന്നവ ശീതലി, ശീത്കാരി, നാഡീശോധന, ഭസ്ത്രിക, ഉജ്ജയി പ്രാണായാമങ്ങൾ, അപാനവായുമുദ്ര, ത്രാടകം, പവനമുക്താസനം, ശക്തിബന്ധനാസനങ്ങൾ, മത്സ്യാസനം, ഹലാസനം, പശ്ചിമോത്താസനം, വജ്രാസനം, സൂക്ഷ്മ ശരീരത്തിൽ സൗരനാഡീ കേന്ദ്രത്തിൽ മണിപൂര ചക്രം ജീവശക്തി നൽകണം. ഇത്രയുമാണ് ഈ അധ്യായം കൊണ്ട് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.